രാഹുൽ ഗാന്ധിയുടെ തരംതാണ പ്രസ്താവന പോലും കോൺഗ്രസിന്റെ നിലവാരം എന്താണെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തി. കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തപ്പോൾ പ്രതിഷേധിക്കാൻ ഒത്തുകൂടിയ നേതാക്കളിൽ ഒരാൾ രാഹുലായിരുന്നു. ആ രാഹുലാണ് കേരളത്തിൽ വന്ന് ചോദിക്കുന്നത് എന്താണ് പിണറായി വിജയനെ ED അറസ്റ്റ് ചെയ്യാത്തത്. ഇതിനേക്കാൾ മോശപ്പെട്ട പ്രസ്താവന ഒരു കോൺഗ്രസ് നേതാവിൽ നിന്ന് വരാനില്ല. അപ്പം കോൺഗ്രസിൽ നിന്നൊന്നും പ്രതീക്ഷിക്കാനില്ല എന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെടുക. കുട്ടിക്കലാശ ദിവസത്തിലെ പ്രചരണത്തിലേക്ക് ഇറങ്ങുകയാണ് കോഴിക്കോട്ടെ LDF സ്ഥാനാർത്ഥി എളമരം കരീം. സാമാന്യം ദൈർഘ്യമേറിയ പ്രചരണം. ഒരുപക്ഷെ പലവട്ടം വോട്ടർമാരെ നേരിട്ട് കണ്ടു, പല സ്ഥലങ്ങളിൽ കണ്ടു. അവസാന ദിവസം പ്രചരണത്തിൽ എത്തിക്കുമ്പോൾ എന്താണ് ഒരു ഫീല്? അവസാന ഘട്ടത്തിലെത്തുമ്പോൾ കുറച്ചുകൂടി ആത്മവിശ്വാസം വർദ്ധിച്ചിരിക്കുകയാണ്. ഒന്ന്, ദേശീയ രാഷ്ട്രീയത്തിൽ ഇടതുപക്ഷം ഉയർത്തിയ എല്ലാ കാര്യങ്ങളും ശരിവെക്കുന്നതാണ് പുതിയ സാഹചര്യങ്ങൾ. രാഹുൽ ഗാന്ധിയുടെ തരംതാണ പ്രസ്താവന പോലും കോൺഗ്രസിന്റെ നിലവാരം എന്താണെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തി. കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തപ്പോൾ പ്രതിഷേധിക്കാൻ ഒത്തുകൂടിയ നേതാക്കളിൽ ഒരാൾ രാഹുലായിരുന്നു. ആ രാഹുലാണ് കേരളത്തിൽ വന്ന് ചോദിക്കുന്നത് എന്താണ് പിണറായി വിജയനെ ED അറസ്റ്റ് ചെയ്യാത്തത്. ഇതിനേക്കാൾ മോശപ്പെട്ട പ്രസ്താവന ഒരു കോൺഗ്രസ് നേതാവിൽ നിന്ന് വരാനില്ല. അപ്പം കോൺഗ്രസിൽ നിന്നൊന്നും പ്രതീക്ഷിക്കാനില്ല എന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെടുക. പ്രത്യേകിച്ച് ഇന്നത്തെ സന്നിഗ്ധ ഘട്ടത്തിൽ, മതനിരപേക്ഷത ശക്തമായി ചോദ്യം ചെയ്യപ്പെടുന്ന ഘട്ടത്തിൽ നരേന്ദ്രമോദിയുടെ പ്രചരണം വിദ്വേഷ പ്രചരണം, മതധ്രുവീകരണം ഉണ്ടാക്കുക, മുസ്ലിങ്ങളെ ടാർഗറ്റ് ചെയ്തുകൊണ്ടാണ് അദ്ദേഹം അറ്റാക്ക് ചെയ്തത്. അത് പഴയതുപോലെ ഒളിച്ചു വച്ചിട്ടല്ല, പച്ചയായിട്ട്. ഇത് ഇന്ത്യയിൽ ഇന്ന് വരെ ഒരു RSS നേതാവ് തൊഗാഡിയെ പോലും പറയാത്ത ശൈലി. ആ സാഹചര്യത്തിൽ പോലും മതേതര പ്രസ്ഥാനങ്ങൾക്ക് ശക്തി പകരുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് കോൺഗ്രസിന് വരുന്നില്ല. ഈ നിലപാടിന് എതിർക്കുന്നില്ല. പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തിനെതിരായി പരാതി കൊടുത്തത് CPIM ജനറൽ സെക്രട്ടറി. അതാണ് നിലപാട്, രാഷ്ട്രീയ നിലപാട്. അത് പൗരത്വ നിയമ പ്രശ്നത്തിലും അതേ നിലപാടെടുത്തു. അപ്പം ഇതെല്ലാം ജനങ്ങൾ കണക്കിലെടുക്കും ഈ വോട്ട് ചെയ്യുന്നതിന് മുമ്പ്. പൗരത്വ വിഷയത്തിൽ ഇപ്പോൾ രാഹുൽ ഗാന്ധി സംസാരിച്ചു, പ്രിയങ്ക ഗാന്ധി കേരളത്തിൽ തന്നെ സംസാരിച്ചു. അപ്പോൾ ആ ഒരു പഴയ നിലപാടിൽ നിന്ന് കോൺഗ്രസ് മാറി, അല്ലെങ്കിൽ അവർ കാര്യങ്ങൾ വ്യക്തമാക്കിയെന്നാണ് പറയുന്നത്? ഒരിക്കലും മാറിയിട്ടില്ല. ഇത് പാർട്ടിയുടെ പ്രകടന പത്രികയിലാണ് പറയേണ്ടത്, കോൺഗ്രസ് പ്രസിഡന്റിന്റെ പ്രസ്താവനയിൽ പറയേണ്ടത്. രണ്ടും ഉണ്ടായിട്ടില്ല. ഈ കേരളത്തിൽ വരുമ്പോൾ കേരള കോൺഗ്രസിന്റെ സമ്മർദ്ദത്തിന് വഴങ്ങി ജനങ്ങളെ വഞ്ചിക്കാൻ ഇവിടെ പറയാമെന്നല്ലാതെ കേരളത്തിന് വെളിയിൽ പറയുമോ? ഈവൻ ബാംഗ്ലൂരിൽ പോലും പറയുന്നില്ല. ഈ നിയമം കേരളത്തിൽ നടപ്പാക്കില്ല എന്ന് കേരള മുഖ്യമന്ത്രി പറഞ്ഞു. എന്തുകൊണ്ട് സിദ്ധരാമയ്യ പറയുന്നില്ല? അവർക്കൊന്നും ആ നിലപാടില്ല. പിന്നെ ഇവിടെ പിടിച്ചു നിൽക്കണമെങ്കിൽ ഇങ്ങനെ ചിലത് പറയണം എന്നല്ലാതെ ഒരാത്മാർത്ഥതയും കോൺഗ്രസ് നേതാക്കന്മാരുടെ പ്രസ്താവനകളിലില്ല. ഇപ്പോൾ കോഴിക്കോട് സംബന്ധിച്ചോളം കൊടുവള്ളി മാറ്റി നിർത്തി കഴിഞ്ഞാൽ എല്ലാം LDFന്റെ കോട്ടകളാണ് നിലവിൽ. പാർലമെന്റ് തെരഞ്ഞെടുപ്പിലുണ്ടാകുന്ന ഒരു മാറ്റമാണ് ഉണ്ടാകുന്നത്. ഇത്തവണ തിരിച്ചു പിടിക്കും. അതായത് പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ കാലത്ത് ഓരോ സാഹചര്യത്തിലാണ് വോട്ടെടുപ്പിന്റെ ഫലം വന്നത്. ഇത്തവണ പുതിയ സാഹചര്യമാണ്. പ്രാദേശിക പ്രശ്നങ്ങളെക്കാളും ഉപരി ഇന്ത്യയെ വീണ്ടെടുക്കുക എന്ന ഒരു ശക്തമായ രാഷ്ട്രീയ ചർച്ച ജനങ്ങളിൽ വന്നിട്ടുണ്ട്. അതിൽ ഇടതുപക്ഷം എടുക്കുന്ന നിലപാടിൽ ജനങ്ങൾക്ക് വിശ്വാസമുണ്ട്. ഇടതുപക്ഷ മെമ്പർമാരുടെ എണ്ണം വർദ്ധിക്കണമെന്ന് അവർക്ക് തോന്നുന്നുണ്ട്. പാർലമെന്റിലെ പെർഫോമൻസും അതിനൊരു ഘടകമാണ്. ഈ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ നിന്ന് വ്യത്യസ്തമായ വിധിയെഴുത്ത് ഈ തെരഞ്ഞെടുപ്പിലുണ്ടാവും. അത് LDFന് വളരെ അനുകൂലമായിരിക്കും. രാഹുൽ ഗാന്ധി അടുത്ത് മത്സരിക്കുന്നതൊന്നും കഴിഞ്ഞ തവണത്തെ പോലെ പ്രതിസന്ധിയാവില്ല. രാഹുൽ ഗാന്ധി 2019 വന്നപ്പോൾ കേരളം മുഴുവൻ ഒരു രാഹുൽ ഇഫക്റ്റ് ഉണ്ടായിരുന്നു. ഇപ്പോൾ വയനാട്ടിൽ പോലും ഇല്ല. ആനി രാജയുടെ റാലിയോട് കിടപിടിക്കുന്ന ഒരു റാലി പോലും നടത്താൻ കഴിഞ്ഞില്ല. അതാണ് ജനങ്ങളുടെ മൂഡ്. അവിടെയുള്ള എല്ലാ ആവേശവും ജനങ്ങൾക്ക് അവസാനിച്ചു. എന്നാലും വലിയ ആത്മവിശ്വാസത്തിലാണ് ഇത്തവണ കോഴിക്കോടിന്റെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ ചരിത്രം മാറ്റി എഴുതുമെന്ന് തന്നെയാണ് എളമരം കരീം ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നത്. വിഷ്ണുവിനൊപ്പം മുഹമ്മദ് അസ്ലം, മീഡിയ 1.